നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ്റണി പോൾ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഗ്യാസ്ട്രോൻട്രോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ള, അതായത് ദഹനം സംബന്ധിച്ച് എല്ലാം ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. നമ്മുടെ ദഹനത്തിനായി വായ മുതൽ കുടലുകൾ, കരൾ, നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി, ഇതെല്ലാം അടങ്ങുന്ന ഒരു അവയവങ്ങളുടെ ശാസ്ത്രം അറിയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. ഈ നവംബർ മാസം പാൻക്രിയാസ് ക്യാൻസറിനുള്ളൊരു മാസമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഞാൻ പാൻക്രിയാസ് ക്യാൻസർ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാനായി നമ്മുടെ ശരീരത്തിൽ പല ഗ്രന്ഥികളുമുണ്ട്. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ഇത് നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ്ലി നമ്മുടെ ആമാശയം കഴിഞ്ഞ് ചെറുകുടലിൻ്റെ തുടക്ക ഭാഗം, അതായത് ഡിയോഡിനം എന്ന ഭാഗത്താണ് ഇത് വന്ന് ചേരുന്നത്. ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന രസം ഇത് നമ്മുടെ ഭക്ഷണം, പ്രത്യേകിച്ച് ഫാറ്റ് ഡൈജഷന് വേണ്ടി ഭയങ്കര അത്യുത്തമമാണ്. അതുപോലെ പാൻക്രിയാസിൽ നിന്ന് വേറെ ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അതും നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ആവശ്യപ്പെട്ട ഒരു ഹോർമോൺസാണ്. ഈ പാൻക്രിയാസ് പലവിധം അസുഖങ്ങൾ വരാം. അതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പാൻക്രിയാറ്റൈറ്റിസ് ആണ്. അത് രണ്ട് വിധത്തിലുണ്ടാകും. അക്യൂട്ട്, അതായത് പെട്ടെന്നുണ്ടാകുന്നതും, ക്രോണിക്, വളരെ നാളുകൊണ്ടുണ്ടാകുന്ന ഒരു അസുഖം ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്. ഈ ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ് ഒരു സമയത്ത് കേരളത്തിൽ വളരെ കൂടുതലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അത്രയധികം കാണുന്നില്ല. എന്നാലും ഇത് വരുമ്പോൾ പാൻക്രിയാസിൻ്റെ ഉള്ളിൽ നിറച്ച് കല്ലുകൾ ഉണ്ടാവുകയും അതുകൊണ്ട് വേദന പോലെ ഡൈജഷൻ കുറഞ്ഞ് ആളുകൾ മെലിയാനും തുടങ്ങുന്നതാണ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്. ഇത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും നമ്മുടെ പാൻക്രിയാറ്റിക് ക്യാൻസർ. നല്ലൊരു ശതമാനം ആൾക്കാർ ലോങ് ടേം ബേസിസിൽ പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതുകൂടാതെ തന്നെ ജനറ്റിക് ചില ഇതുകൊണ്ടും നമുക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടാകാം. അതായത് കോമൺലി പാൻക്രിയാസിൽ പല മുതൽ ക്യാൻസർ ഉണ്ട്. അതിൽ അഡിനോകാർസിനോമ എന്ന ക്യാൻസറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, ഈ മുഴകൾ പാൻക്രിയാസിലുണ്ടാവാം, സിസ്റ്റുകളുണ്ടാവാം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇമേജിങ് സ്റ്റഡീസാണ് അധികം ഉള്ളത്. പ്രത്യേകിച്ച് അൾട്രാസൗണ്ട്, CT, MRI എന്നുപോലുള്ള ഇമേജിങ് ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏർലി കണ്ടുപിടിച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് ക്യൂർ ചെയ്യാൻ പറ്റും ഇതെല്ലാതും. അതുകൊണ്ട് എന്തെങ്കിലും സിംറ്റം വൈറസ് സംബന്ധിച്ചുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിന് അത്യുത്തമമായ ഇൻവെസ്റ്റിഗേഷനും ചികിത്സയും തേടേണ്ടതാണ്.